ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദീപണ്ണത് അവിടെ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നല്ല, ദീപണ്ണൻ്റെ വീട്ടിലേക്ക് കുറച്ച് പുല്ലരിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ദീപണ്ണൻ്റെ അമ്മയ്ക്ക് വയ്യല്ലോ, അപ്പോൾ ദീപണ്ണ ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലരിഞ്ഞു കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. ഒരു 11:45 വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ എത്തി പുല്ലരിയാൻ കൊടുത്ത് ഇനി പുല്ല് വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് നേരെ എന്താക്കണം, ഒരു 3 മണിയാകുമ്പോൾ നമ്മളെ വീട്ടിൽ ചെല്ലണം. ഇത്രയൊക്കെയുള്ള പരിപാടി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, വേറെ ഒന്നല്ല. പിന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ പൂപ്പലി തുടങ്ങിയിട്ടുണ്ട്, അന്താരാഷ്ട്ര പുഷ്പമേള. അപ്പോൾ നമ്മളിത് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ പൂപ്പലിക്ക് വരിക, കാണുക, ആസ്വദിക്കുക. ടിക്കറ്റ് രൂപ 50 രൂപയാണ്, ചെറിയ കുട്ടികൾക്ക് 30 രൂപയാവും എന്നാണ് വിശ്വാസം. എന്നാലും നിങ്ങൾ പൈസയ്ക്കുള്ള മുതലുള്ള കാണാനുണ്ടാവും എന്ന് വിചാരിക്കണം, അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങളെന്തായാലും പൂപ്പലിക്ക് വരിക, കാണുക, ആർമാദിക്കുക, വൈബാക്കുക, ആഘോഷിക്കുക. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ദീപണ്ണ് പുല്ലരിയുണ്ട്, കുറച്ചുകൂടെ പുല്ലരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ, നമ്മളെ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ വർഷം പോത്തൻമല എന്ന് പറഞ്ഞൊരു മല കയറണത്, നമ്മൾ തന്നെ പേരിട്ടതാണ് മലയ്ക്ക്. അപ്പോൾ ആ മല കയറണത് ഇതാ മണ്ടയിൽ, അവിടെ മേലെയാണ് അതിൻ്റെ വ്യൂ പോയിന്റ്. അങ്ങോട്ട് ആരും അധികം കയറാറില്ല. പക്ഷേ ഇത് കൂടെ ഈ റബ്ബർ കൂടെയാണ് ഇങ്ങോട്ടുള്ള യഥാർത്ഥ ഒരു വഴി. പക്ഷെ നമ്മൾ പോയത് ദീപണ്ണിൻ്റെ വീട്ടിൻ്റെ ബാക്കിലൂടെ അങ്ങോട്ട് പോയി. നമ്മൾ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ നമ്മളെ പോത്തമല പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. കൈ മുറിഞ്ഞു എന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ കഴിയാനായോ? പുല്ലരിഞ്ഞ് കഴിയാനായി. ബേക്കലൊക്കെ നല്ല കാടാട്ടോ, കാപ്പിത്തോട്ടം. കാടല്ല, ഇവിടെ കാപ്പിത്തോട്ടം കാപ്പി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന മേലാണ്, ഇത് കൂടെ കാണാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ കയറി പോയാലാണ് മലയ്ക്ക് എത്തുക, അതിൻ്റെ ടോപ്പിലെത്തുക. പിന്നെ എടക്കൽ കേവ്സ് ആ ഭാഗത്ത്. ഇപ്പോൾ വെയിലായിട്ട് ഒന്നും കാണുന്നില്ല. ഞാൻ പോണ വഴിക്ക് കാണിച്ചുതരാം. എടക്കൽ കേവ്സ്, പൊന്മുടിക്കോട്ട അമ്പലത്തിൻ്റെ ആ വ്യൂ പോയിന്റ്, പീറപ്പാറ വ്യൂ പോയിന്റ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ദീപണ്ണതാ പുല്ല് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചാക്കിലിച്ച് കെട്ടിയിട്ട് നമുക്ക് താഴോട്ട് ഇറക്കുമ്പോൾ നമുക്കിനി കാണാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, ദീപണ്ണിൻ്റെ തലയ്ക്ക് മെല്ലൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എനിക്കെന്താ ഏറ്റിയാലും കേട്ടോ, നമുക്ക് ഏറ്റാനൊന്നും പറ്റില്ല, നമുക്കധികം വെയിറ്റ് ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ദീപണ്ണിന് പിന്നെ ഇത് ചെറുതിലെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കാര്യമില്ല, നമുക്കിപ്പോൾ എടുത്ത് പൊക്കാൻ പറ്റില്ല. നിന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അരിഞ്ഞിട്ട് ഇതാ കാണുന്ന മേലിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ദീപണ്ണ തപ്പ് ഇനി ഇവിടെ കൊണ്ടുപോയിടുന്നുണ്ട്. ഇനി താഴെ ഒരു ചാക്കിൻ്റെ അതുണ്ട്. ഇനി അവിടെ നിന്ന് പോയിട്ട് അതും കൂടി എടുത്തിട്ട് വേണം നമുക്ക് രണ്ടും കൂടി താഴേക്ക് ഉന്തി ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഓരോന്നെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഇന്നത്തെ പുല്ല് വെട്ടൽ സംഭവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. നമുക്ക് ചാടാനൊന്നും പറ്റില്ല, ഇനിയും വീണ് കഴിഞ്ഞാൽ കുഴിയിൽ പോയി കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നമ്മൾ അപ്പോൾ വെച്ചാൽ നമ്മളിതാ ഈ കെട്ടും കൂടിയും പുല്ലെടുത്തിട്ട് താഴോട്ടേക്ക് പോകും. ഇനി നമുക്ക് ഫോൺ നല്ല ഹീറ്റായിട്ടുണ്ട്. നമ്മളാ കാണുന്ന ഒരു വെള്ളം പിടിച്ചിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് കാണുന്നില്ല, അതാണ് കേട്ടോ നമ്മളെ എടക്കൽ കേവ്സ് പാർക്കിങ്. പിന്നെ നമ്മുടെ ആനപ്പാറയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ദീപണ്ണേ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് നല്ല വീഡിയോ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുക. അപ്പോൾ എന്നാൽ ശരി എന്നാൽ കേട്ടോ, അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.